30 പേർ വീതമുള്ള 4 സംഘങ്ങൾ. ഇവരെ നയിക്കാൻ 2 ഡിവൈഎസ്പിമാരും 2 സിഐമാരും ഉണ്ടാകും. അയ്യപ്പന്മാരെ പടികയറുന്നതിന് സഹായിക്കുന്നതിന് 15 പേരാണ് ഒരു സമയം ഉണ്ടാവുക. 20 മിനിറ്റ് ഇടവേളയിൽ അടുത്ത 15 പേർ ചുമതലയേൽക്കും. വയർലെസ് സെറ്റുമേന്തി നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പടിക്ക് മുകളിലും താഴെയും നടപടികൾ പുരോഗമിക്കുന്നത്. പിടിച്ചു കയറ്റാൻ ചെറുപ്പക്കാരുണ്ടെങ്കിൽ താഴെ നിന്ന് അയ്യപ്പന്മാരെ പാക്ക് ചെയ്തു വിടാൻ പരിചയസമ്പന്നരാണുള്ളത്. മിനിറ്റിൽ 80 മുതൽ 85 അയ്യപ്പന്മാരെ പടികയറ്റണം. പോലീസ് അയ്യപ്പന്മാരില്ലെങ്കിൽ മിനിറ്റിൽ 60 പേർ പടികയറുമെന്നാണ് കണക്ക്. അതായത് 20 പേർ അധികം കയറാൻ വേണ്ടിയാണ് ഈ 30 പേരുടെ കഠിനാധ്വാനം എന്ന് ചുരുക്കം. തളരുന്നവർക്ക് കുടിക്കാനായി ചൂടുവെള്ളം, ചുക്കുവെള്ളം, ചുക്കുകാപ്പി എന്നിവ സോപാനത്തുണ്ടാകും. വിശ്രമിക്കാനായി പ്രത്യേക സ്ഥലവുമുണ്ട്. പോലീസ് ബാരക്കിൽ പോഷകസമ്പുഷ്ടമായ ഭക്ഷണവും പാനീയവും ഇവർക്ക് നൽകും. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വിരലുകളിലെ നഖം കൊണ്ടുപോലും അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന കർശന നിർദ്ദേശവും ഇവർക്കുണ്ട്. ഇതിനോടകം 360 പേരാണ് 18-ാം പടിയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളത്. കടുത്ത പുറംവേദനയും മറ്റു വൈഷമ്യങ്ങളുമായാണ് ഇവർ ഓരോരുത്തരും മലയിറങ്ങുക. ക്ഷമയും അർപ്പണ മനോഭാവവും ഏറെ വേണ്ട ഒരു ചുമതലയാണിത്. നിയമപാലനത്തിന്റെ ചുമതലയുള്ള കേരള പോലീസിന്റെ മറ്റൊരു മുഖമാണ് 18-ാം പടിയിൽ കാണുന്നത്. ക്യാമറമാൻ ലേഷ് കാഞ്ഞകാമിനൊപ്പം പ്രേംലാൽ, മീഡിയ 1 സന്നിധാനം.